ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഫാമിലുള്ള കുറച്ച് റംബുട്ടാന്റെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ വർഷം റംബുട്ടാന്റെ കാര്യം പറയണ്ട, നല്ല രീതിയിൽ കൊഴിച്ചിലാട്ടോ. ഇത് താഴെയൊക്കെ നോക്ക് കൊഴിച്ചിട്ട് ഇഷ്ടം പോലെ കൊഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു പരിവായിട്ടാണ് ഇപ്പൊ കൊഴിഞ്ഞത്. പക്ഷെ റംബുട്ടാൻ ഉണ്ടാകാൻ കുറച്ച് വൈകിട്ടോ. ഇപ്പൊ മലപ്പുറം മറ്റു ജില്ലകളൊക്കെ ഏകദേശം റംബുട്ടാൻ പഴുത്തു തുടങ്ങി. പക്ഷെ വയനാട്ടിലൊക്കെ റംബുട്ടാന് ആയി വരുന്നതേ ഉള്ളൂ. നിറച്ച് കൊഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒന്ന് കൊഴിച്ചിൽ നിന്നിരുന്നു, പിന്നെ വീണ്ടും ഇപ്പൊ മഴ കൂടിയപ്പോൾ വീണ്ടും നല്ല കൊഴിച്ചിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് റംബുട്ടാൻ കൂടുതലായിട്ടും ചെയ്യുന്നില്ല, ഒരു 4-5 മരം ഉണ്ട് നമ്മുടെ ഫാമില്. അത് പല വലുപ്പത്തിലുള്ള മരങ്ങളാണ്. നിങ്ങൾ ഓരോ വർഷവും നട്ടിട്ട് അങ്ങനെ കൊണ്ടു വരുന്ന മരങ്ങളാണ് കേട്ടോ. ഇപ്പൊ ഈ കാണുന്ന മരമാണ് നമ്മുടെ ഫാമിലെ ഏറ്റവും വലിയ മരം. ഏകദേശം ഒരു 7 വർഷത്തോളായി. അപ്പൊ നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നൊക്കെ ഉണ്ട്. ഇതിന്റെ താഴെ കായ്കൾ കാണാത്തത് ഈ മരത്തിന് കാപ്പികൾ നമ്മൾ നട്ടത് നമ്മൾ കാപ്പിത്തോട്ടത്തിന് ഇടവേളയായിട്ടാണ്. ഇതാ ഒക്കെ കാപ്പിച്ചെടികളാണ്. ഇതിന് ഇടവേളയായിട്ടാണ് നമ്മൾ റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്ത് പടർത്താൻ വേണ്ടി നോക്കുമ്പോൾ ഇത് കാപ്പിയുടെ ചോലയിൽ നിന്ന് പൊന്തി കിട്ടുന്നില്ല. അപ്പൊ ഒരു കാപ്പിച്ചെടിയുടെ ഹൈറ്റിലോട്ട് ഉയർന്നതിന് ശേഷമാണ് നമ്മളിത് പ്രൂൺ ചെയ്തത്. അപ്പോഴത്തേക്ക് മരം കുറച്ച് ഉയർന്നു പോയിട്ടുണ്ട്. അപ്പൊ അതാ ഇവിടെയൊക്കെ കായ്കൾ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ കായ്കൾ ഇങ്ങനെ അടിയിൽ നിന്ന് നോക്കിയാൽ അങ്ങനെ കാണുന്നില്ല. നമ്മൾ പ്രൂൺ ചെയ്ത് ഇങ്ങനെ ഒലഞ്ഞു വന്നാൽ മാത്രമേ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ കായ്കൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ നല്ല കായ്കൾ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. എന്തായാലും അത്യാവശ്യം നല്ല കായ്കൾ ഉണ്ട്. ഇതിങ്ങനെ മുകൾ ഭാഗത്തോട്ട് പൊന്തി പോയതാണ് കേട്ടോ. കായ്കൾ ഉണ്ടായിരുന്നു, ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കൊഴിച്ചിൽ തുടങ്ങി. കണ്ടോ, അതിലൊക്കെ ആ കമ്പ് ഇങ്ങനെ കാണാൻ തുടങ്ങി കൊഴിഞ്ഞിട്ട്. നമ്മൾ ഇതിന് പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു ചെറിയ വളപ്രയോഗമൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. പക്ഷെ ഇതിൽ മഞ്ഞയുടെ ഒരു ഇതെന്ന് വെച്ചാൽ പ്രത്യേകത, ഞങ്ങൾ ഫസ്റ്റ് നട്ടത് മഞ്ഞ കേട്ടോ. ഇതിന്റെ പ്രത്യേകത ഇത് കുറച്ചുകൂടെ റെഡിന്റെ അത്ര വലുപ്പം വെക്കൂല, എന്നാലും റെഡിന്റെ അത്ര അല്ല, അതിന് കുറച്ച് വലുപ്പം കുറവായിരിക്കും. പക്ഷെ ടേസ്റ്റ് കൂടുതലാണ്. നമ്മളിവിടെ എല്ലാവരും ചെയ്യൽ അധികം റെഡാണ്, പക്ഷെ മഞ്ഞയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. മഞ്ഞയുടെ ആ ഫ്ലഷ് കുറച്ച് ജ്യൂസി ആയിരിക്കും. റെഡിൻ്റെത് കുറച്ചൊരു ഉറപ്പായിട്ടുള്ള ഫ്ലഷ് ആയിരിക്കും, കുറച്ച് കടിച്ച് കഴിക്കാനുണ്ടാവും. പക്ഷെ മഞ്ഞ അധികം ഒന്നും കഴിക്കാനുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കുരു കിട്ടും. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നല്ല മധുരവും കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്ലഷ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ നല്ല കായ്കളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല കായ്കളാണ്. ഇതിന്റെ മുകളിലോട്ട് ഈ മരത്തിന് നമ്മൾ പടർത്താൻ വിടില്ല, അവിടുന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കല കേട്ടോ. ഇത് നെറ്റിടാനായിട്ടുണ്ട്, പക്ഷെ കുരങ്ങിന്റെ ശല്യം നല്ല ഉണ്ട് നമ്മുടെ ഫാമില്. ഈ പച്ചയിൽ വന്ന് കുരങ്ങ് അങ്ങനെ ഇതാക്കില്ല. ഏകദേശം ചെനപ്പ് തുടങ്ങിയ ശേഷം പഴുക്കാനുള്ളൊരു സ്റ്റേജ് മൂപ്പായി എന്ന് കണ്ടാൽ മാത്രം കുരങ്ങ് വരും. ആ സമയത്താണ് കുരങ്ങ് കഴിക്കുക. അപ്പൊ എന്ത് ചെയ്യും, നമ്മളൊന്ന് ഇതിന്റെ കൊഴിച്ചിലൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഒന്ന് വളം ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിന് മുകളിൽ നെറ്റ് ഇടാൻ. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് കവർ ചെയ്യുക. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു നെറ്റ് അങ്ങനെ ഇടുന്നതൊക്കെ. അപ്പൊ നമുക്ക് ഇതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ കാപ്പിക്ക് വളരുന്ന സമയത്ത് ഇതിന് യൂറിയും പൊട്ടാഷ്യം രാജഫോസ്ഫറസും മിക്സ് ചെയ്ത് ഇട്ടിരുന്നു. അപ്പൊ ഒരു മാസത്തിന് മേലെയായി. അന്ന് ഇത് കുറച്ച് ചെറിയ കായായിരുന്നു, അതിനുശേഷം കൊഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ വെച്ചാൽ ഈ വർഷം കൊഴിയിലാണ്. ഇപ്പൊ പിന്നെ ആ വളത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞ് മഴ വീണ്ടും കൂടിയുണ്ട് കേട്ടോ. ആ സമയത്ത് വീണ്ടും കൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു തവണ വെയിൽ വന്ന സമയത്ത് സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു, അപ്പോഴും നിന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാണ് ഈ മഴ ഒന്നും കൂടെ അടഞ്ഞപ്പോഴാണ് നല്ല കൊഴിച്ചിൽ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് കാപ്പിക്ക് ഈ സമയത്ത് കൊഴിച്ചിൽ വരാറുണ്ട്. പക്ഷെ കാപ്പി അധികം മണിയാവാത്തോണ്ട്, കാപ്പിക്ക് ആയി വരുന്നുള്ളൂ. കാപ്പിക്കൊരു ജൂലൈ ഓഗസ്റ്റോട് കൂടെ കാപ്പി കൊഴിയും. ആ സമയത്ത് ഞങ്ങൾ ഇട്ട് കൊടുക്കല് യൂറിയ മാത്രം, അല്ലെങ്കിൽ യൂറിയും പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചിതാ യൂറിയും പൊട്ടാഷ്യം രാജഫോസ്ഫറസും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടെ ഈ റംബുട്ടാന്റെ ചോട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. മാംഗോസ്റ്റിന് ഒരു കൊഴിച്ചിലും ഇല്ല കേട്ടോ. മാംഗോസ്റ്റിന് ഒരു കുഴപ്പമില്ല, ഇപ്പൊ പഴുത്ത് തുടങ്ങുന്നുണ്ട്. മാംഗോസ്റ്റിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തിരുന്നു മാംഗോസ്റ്റിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ചെറുതായിട്ട് നമ്മള് ചോട്ടിന്ന് ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് മാറ്റി, ഇതിന്റെ ഇലകൾ തന്നെ കൊഴിഞ്ഞതാട്ടത്, കാപ്പിയുടെ കരിയില ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ വളം ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ എന്തായാലും കുറച്ച് നിൽക്കുന്നൊരു പ്രതീക്ഷ, എന്നാലും അങ്ങനെ മുഴുവനായിട്ടും നിൽക്കില്ല. ഈ ഒരു വലുപ്പത്തിലാണ്. ഈ വർഷം കൊഴിച്ചിൽ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കുറവായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ കാപ്പിക്ക് ഇടുന്ന സമയത്ത് എല്ലാ ഫ്രൂട്ട്സിനും വളം ഇട്ടപ്പം അന്നിത് കുറച്ച് ചെറുതായതുകൊണ്ട് ആ വളത്തിലാണ് റെഡിയായി കിട്ടിയെന്ന് വിചാരിച്ചു നിന്ന്. പിന്നെ ഒരു തവണ എന്ത് ചെയ്തു, സാഫും കൂടെ ഒരു വെയിൽ കിട്ടിയപ്പോൾ സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇത് നിന്നത് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ വീണ്ടും ഇനി മഴ കൂടിയതാണ്, എന്താണ് കാരണം എന്നറിയില്ല. പല വീഡിയോസിൽ നമ്മൾ കണ്ടു ഇപ്പം ചില ജില്ലയിലൊക്കെ നല്ല കൊഴിച്ചിലുണ്ട്. പിന്നെ നമുക്ക് ഇപ്രാവശ്യം ആയി കിട്ടാനും കുറച്ച് വൈകി കേട്ടോ. ഇതുപോലെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി അധികം ചുവട്ടിലല്ല, കുറച്ച് വിട്ടിട്ട്, ഇതൊക്കെ വലിയ മരമായതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വളരണം. ഇതുപോലെ ഒന്ന് പൊട്ടാഷ്യം ആകുമ്പോൾ ഈ കായ്കളൊക്കെ ഒന്നും കൂടെ പെട്ടെന്ന് ഈ പൊന്തി കിട്ടും. വേഗം മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊഴിച്ചിൽ കുറയും. പിന്നെ യൂറിയ ഉണ്ടാവും, ചെടിക്ക് ഒരു കരുത്തും കിട്ടിക്കോളും. നമ്മൾ ജൈവവളമായിട്ട് ബയോഗ്യാസിന് സ്ലറിയും കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അതൊക്കെ കായ്ച്ച സമയത്ത് നമ്മൾ തുടക്കത്തിൽ വല്ലാതെ കാപ്പിക്ക് വളപ്രയോഗം നടത്തുമ്പോഴൊക്കെ ഫ്രൂട്ട്സിന് വളപ്രയോഗം നടത്താറുണ്ട് കേട്ടോ. അത്യാവശ്യം വളം ഇട്ടിട്ടുണ്ട്. നമ്മള് ഇപ്പൊ വളം ഇടാൻ പറ്റിയൊരു മഴ കേട്ടോ. ഇന്നും നിലയായിട്ടൊക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള മഴയാണ്, ഭൂമിയിൽ നല്ല ഇറങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ഓവർ മഴ എന്നാൽ ഈ വളം പോകും. നമ്മൾ വെച്ച ഈ ചപ്പ് അതുപോലെ തന്നെ പിന്നെ മുകളിലേക്ക് ഇട്ട് പൊതയിട്ട് വെക്കണം, അല്ലെങ്കിൽ എന്തായാലും വളം കറക്റ്റ് കിട്ടില്ല, വളം മുഴുവനായിട്ട് ഇറങ്ങിപ്പോകും. പിന്നെ ഇവിടെ നിരന്ന സ്ഥലമായതുകൊണ്ട് വളം എവിടെയും പോകില്ല, പിടിച്ചു കിട്ടും. ഒലിച്ചൊന്നും പോകണ പ്രശ്നമില്ല. ഇതൊക്കെ ഒന്ന്
ഇങ്ങനെ വെച്ചു കൊടുത്താൽ വളം പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും. ഇതൊന്നും ചെയ്ത് നോക്കാന്നുള്ളൂ, ഞങ്ങൾ അത്ര ഉറപ്പ് പറയുന്നില്ല. കൊഴിച്ചിലൊക്കെ കാപ്പിക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ വളം തന്നെ ഒന്നുകൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്ന് മണ്ണിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തു വെക്കുന്നല്ല. പിന്നെ കായ് കൂടുതലാട്ടോ ഈ വർഷം, കൂടുതൽ കായ് ഉള്ളതുകൊണ്ട് ഇനി വലുപ്പം എത്രത്തോളം വരും എന്നറിയില്ല. കഴിഞ്ഞ വർഷത്തേലും മഞ്ഞയിൽ കൂടുതലുണ്ട്, പക്ഷെ ചോപ്പില് കായ് കുറവാണ്. ചോപ്പിൽ നമ്മൾ കാണിച്ചത് ചോപ്പിന് മരങ്ങളുണ്ട്, ഇതിന് ചെറുതാണ്, പക്ഷെ ചോപ്പിൽ പ്രാവശ്യം കായ് കുറവാണ്. മഞ്ഞയിൽ നല്ല കായുണ്ട്, ഇതിലും കൂടുതലുണ്ട്. നീ പറഞ്ഞില്ല കുറെ ഇവിടെയൊക്കെ കൊഴിഞ്ഞു പോയതാ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഇനി നെറ്റ് ഇടുന്നൊക്കെ എന്തായാലും ഈ മരത്തിലിടുന്നൊക്കെ ഒന്ന് കാണിച്ചാൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റെഡിന്റെ 2-3 മരങ്ങളുണ്ട്. റെഡിന്റെ നമ്മൾ പിന്നെ നല്ല തൈകൾ നോക്കി വാങ്ങിച്ചതായിരുന്നു കേട്ടോ, നമുക്ക് കൃഷിഭവന്റെ ഒരു സ്കീമിൽ ചെയ്തിരുന്നു, ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫാമിലെ റെഡിന്റെ മരമാണ്. റെഡ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ കൃഷിഭവന്റെ ഒരു സ്കീം ചെയ്തിരുന്നു. കൃഷിഭവന്റെ ഫ്രൂട്ട്സിന്റെ സ്കീം ചെയ്താൽ കോൺഗ്രോന്റെ നല്ല N18 തൈകളാണ്, നല്ല തൈകൾ തന്നിട്ട് അത് നട്ടതാണ്. ഇതിന് 3-4 മരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ആ സ്കീമിൽ നമുക്ക് 5 തൈകൾ കിട്ടിയിരുന്നു, അതിലൊരു തൈ പോയി, ബാക്കി 4 തൈകൾ നല്ലുണ്ട്. റെഡ് ഇപ്രാവശ്യം കായ് വളരെ കുറവാട്ടോ, അവിടെ മാത്രം കുറച്ച് ഇതാണോ താഴ്ഭാഗത്ത് ഈ കേട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കേടാണ് കേട്ടോ, ഇത് റംബുട്ടാൻ വരുന്നത്. ഇത് നമ്മൾ സാഫ് അടിച്ചപ്പോൾ കുറച്ച് നിന്നിട്ടുണ്ട്. റെഡിനെ പറഞ്ഞില്ലേ, മുകളിലൊന്നും കായ് ഇല്ല, താഴ്ഭാഗത്ത് കുറച്ച് കായ്കളുള്ളത് അതാ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ കൊഴിച്ചില് അധികം വന്നിട്ടില്ല, അത് കായ് കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊഴിച്ചിൽ അതിനകത്ത് 1-2 കായ്കളൊക്കെ കൊഴിഞ്ഞിട്ടുള്ളൂ, അധികം കൊഴിച്ചിൽ വന്നില്ല. അപ്പൊ ഇതിന് നമ്മൾ ഇതുപോലെ വളം ഇട്ട് കൊടുക്കുകയാണ്. ഇത് പിന്നെ കുറച്ച് നമ്മളെ ഒരു ഡയറി ഫാമിനോട് ചേർന്ന ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വെളിച്ചുള്ള സ്ഥലത്തായതുകൊണ്ട് നല്ല മരം നല്ല പടർന്നിട്ടുണ്ട്. ചെറുപ്പത്തിലെ ചെറിയ പ്രായത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആക്കി കൊടുക്കുന്ന ഒരു മരമാണ്. അതുകൊണ്ട് മറ്റു മരം പോലെയല്ല, കായ്കൾ ഉണ്ടായാലും താഴേക്ക് ഇങ്ങനെ ഒലഞ്ഞു വരും. ഇതൊക്കെ നെറ്റ് ഇട്ട് കൊടുക്കാൻ സുഖമാട്ടോ, നമുക്ക് മുകളിൽ കയറി നെറ്റ് ഇട്ടാൽ കറക്റ്റ് ഇങ്ങനെ താഴ്ത്തി കെട്ടാൻ കഴിയും. മറ്റേ മരത്തിൽ നമ്മൾ കാണിച്ച മഞ്ഞൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിവിടെയൊക്കെ കായ്കളുണ്ട്, ഇപ്രാവശ്യം അധികം താഴെയാണ്. പിന്നെ മുകളിൽ നമ്മൾ ഈ വർഷം പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു, അവിടെ ഉണ്ട് കായ്കൾ. പിന്നെ ഇപ്പൊ ഇത് വെച്ചാൽ റെഡിൽ ഇപ്പോഴാണ് കായ്കൾ ഉണ്ടാകുന്നത്. എല്ലായിടത്തും ഇപ്പം റംബുട്ടാൻ വിളവെടുപ്പ് തുടങ്ങി, പക്ഷെ നമ്മളിവിടെ ഈ വർഷം എന്താ അറിയില്ല, കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ടറിയില്ല, ഇപ്പം കുറെ പൂക്കൾ വരുന്നുണ്ട്. ഇത് കണ്ടോ, പുതിയ പൂക്കൾ ഇത് പിടിച്ചു കിട്ടുമെന്ന് അറിയില്ല, എല്ലാത്തിലും കണ്ടോ ഇതൊക്കെ പുതിയ പൂക്കൾ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ കൂടുതൽ അത് മഞ്ഞ ആദ്യം ഉണ്ടായി കഴിഞ്ഞാലും റംബുട്ടാൻ ഇതൊക്കെ പിടിച്ചു കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ റംബുട്ടാൻ നീണ്ടു കിട്ടും, നമുക്ക് വിളവെടുപ്പ് നീട്ടി കിട്ടും, നമുക്ക് ആവശ്യത്തിന് എപ്പോഴും എടുക്കാം. നമ്മളിത് അങ്ങനെ വിൽക്കലൊന്നുമില്ല, എന്താ വെച്ചാൽ നമ്മുടെ ഫാമിൽ ഉണ്ടാകുന്ന നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം അങ്ങനെ എടുത്തു പോകണേ. കൂടുതൽ ഉണ്ടായി വിൽക്കാം, പക്ഷെ ഈ വർഷമൊക്കെ എല്ലാവരൊക്കെ കൂടുതൽ മഞ്ഞളൊക്കെ കൂടുതലുണ്ട്, അതൊക്കെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫാമിലൊക്കെ വന്ന ആളുകൾക്ക് കൊടുക്കാനുണ്ടാവും, അതൊക്കെ പിടിച്ച് കിട്ടുകയാണെങ്കിൽ മാത്രം. ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ചൂടം ചെത്തിയിട്ട് വളമിട്ട് കൊടുക്കണം. ഇതുണ്ട്, നല്ല പടർന്ന മരം ആയതുകൊണ്ട് ഇങ്ങനെയാണ് ശരിക്കും റംബുട്ടാൻ കൊണ്ടുവരേണ്ടത്. പക്ഷെ ചില ചെടികളൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമ്മൾ കാപ്പി കൃഷിയാണ്, നമ്മൾ പ്രധാന കൃഷി കാപ്പി ആയതുകൊണ്ട് അത് വെട്ടിയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കൃഷി നടക്കൂല. അപ്പൊ മാക്സിമം ഒഴിവുള്ളിടത്താണ് നമ്മൾ മാംഗോസ്റ്റിനും റംബുട്ടാനും എല്ലാം കൃഷി ചെയ്യുന്നത്. അവക്കാടോ ഒക്കെ കാപ്പി കൃഷി, അവക്കാടോയുടെ കുറെ തൈകൾ വെച്ചിട്ടുണ്ട്. അവക്കാടോ ഇപ്പോൾ ഒരു ഇടവേള കൃഷിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് തൈകൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ഒഴിവിലൊക്കെ തൈ നടുന്നുണ്ട്. പിന്നെ വേനലിൽ നമ്മൾ നല്ല നനച്ചു കൊടുക്കും, നമ്മൾ തോട്ടം സ്പ്രിംഗ്ലർ ചെയ്യുന്നതുകൊണ്ടൊക്കെ വേനൽ കായ്കളില്ലെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കുന്നല്ലോ. ഇതിനും അതുപോലെ തന്നെ ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ നട്ടിട്ട് ഇപ്പൊ ഇതൊരു 4-5 വർഷത്തിനടുത്തായിട്ടോ, 4-5 വർഷത്തിനടുത്തായ മരമാണ്. ഇപ്പൊ 2-3 വർഷമായിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കായ്ച്ചു വരുന്നുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷം നല്ല കായ് ഉണ്ടായിരുന്നു കേട്ടോ ഇതില്. കഴിഞ്ഞ വർഷം പറ്റിയത് നമ്മൾ നെറ്റിടാൻ കുറച്ച് വൈകി, ഉണ്ടായത് മുഴുവൻ കുരങ്ങ് കഴിച്ചൊരു പ്രശ്നം വന്നു, അത് വളമിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷം ഇതിന് പിന്നെ ഈ വർഷം അത്ര നെറ്റിടാനില്ല. ഞാൻ പറയുന്നത് ചെറിയ നെറ്റ് വാങ്ങിയിട്ട് നമ്മള് കായ്കളുള്ള ഭാഗത്ത് മാത്രം കെട്ടിയ, മുഴുവനായിട്ട് നെറ്റ് ഇതിലേണ്ട ആവശ്യം വരുന്നില്ല, എന്ന് വെച്ചാൽ കായ് വളരെ കുറവാണ്. കായ്കൾ ഉള്ളിടത്ത് മാത്രം നെറ്റിന്റെ പീസുകളുണ്ട്, ഞങ്ങള് ഫാമിലൊക്കെ വേലിക്കൊക്കെ കെട്ടി നെറ്റിന്റെ കഷ്ണങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി ഓരോ സൈഡ്, കായുള്ള ഭാഗം മുഖത്ത് മാത്രം നോക്കി. മുഴുവനായിട്ട് നെറ്റിടേണ്ട ആവശ്യം വരുന്നില്ല, കായ് കുറവാ. പക്ഷെ റെഡിന്റെ വേറൊന്നും നട്ടിട്ട് ഇപ്പൊ 2 വർഷമായ റെഡിന്റെ ഒരു തൈ ഉണ്ട് കേട്ടോ, അതിൽ അത്യാവശ്യം കായ് പിടിച്ചിട്ടുണ്ട്. അത് ഈ വർഷമാണ് കൂടുതൽ. കഴിഞ്ഞ വർഷം കുറച്ച് ഫസ്റ്റത്തെ വർഷം തന്നെ കുറച്ച് കായ് ചെറുതായിട്ടുണ്ടായി പിടിച്ചില്ല, പക്ഷെ ഈ വർഷം 2ാമത്തെ വർഷമായപ്പോഴത്തേക്ക് നല്ല കായ് ഉണ്ടായില്ലേ. ഇതാ ഞാൻ പറഞ്ഞ 2 വർഷമായ മരം കേട്ടോ. അപ്പം ഏകദേശം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷമാണ് കുറച്ചുള്ളത്. ഇതൊക്കെ കുറച്ച് കൊഴിഞ്ഞ് എന്നാൽ പിടിച്ചു കിട്ടിയത്. ഇതിപ്പോ ഫസ്റ്റ് കായ്ക്കലായതുകൊണ്ട് കൊഴിഞ്ഞു കേട്ടോ, അല്ലാതെ കൊഴിച്ചിലല്ല, സാധാ കൊഴിച്ചിലല്ല. ഇതിലൊക്കെ ഉണ്ട്, ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഇനി പ്രൂൺ ചെയ്യാണ്ടതാണ്. ഈ വർഷം കായ്ക്കുന്ന പൂക്കൾ കണ്ടുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാവുന്നതാണ്. ഈ കുറച്ചുകൂടെ ഒന്ന് പൊന്തിയിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇത് N18 ആണ് കേട്ടോ, നമ്മൾ പുതിയതായി നട്ടത് N18 ആണ്.
നെയ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യുന്നതൊക്കെ അത്രയും ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം. പക്ഷെ ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മഞ്ഞ തന്നെയാണ് കേട്ടോ, റെഡിനെ കാട്ടി മഞ്ഞ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിന്റെ അടിയിൽ ഒന്ന് ചെറിയ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്നുകൂടെ ഒന്ന് പ്രൂൺ ചെയ്യാനുണ്ട്. ഈ മരം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഉയർത്തിയിട്ട് വേണം പ്രൂൺ ചെയ്യാൻ. നിങ്ങൾ ആദ്യം എന്തെങ്കിലും വന്ന തൂമ്പ് ഇങ്ങനെ നുള്ളി കൊടുത്തിട്ട് ഇത് പറ്റ ചെറുതായി പോയി. നല്ല ഒഴിവിലാണ് മരം ഉള്ളത്, പക്ഷെ പറ്റ ചെറുതായി ഒന്ന് ഉയർത്തിയിട്ട് വേണം. അപ്പൊ ഈ വർഷത്തെ ഇനി ഉണ്ടാകുന്നുണ്ട് പിടിച്ചു കിട്ടിയിട്ട് കായകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊന്ന് 2 കമ്പ് സെന്ററിലെ 2 കമ്പ് ഉയർത്തിയിട്ട് വേണം ഇതൊന്ന് പ്രൂൺ ചെയ്യാൻ, എന്നാലും ഒന്ന് കറക്റ്റ് പടർന്നിട്ടുള്ളൂ. ഇതാ ഉണ്ടായ തൂമ്പന്നെ ഉമ്മ പറഞ്ഞു ഇങ്ങനെ പൊന്തുന്നതിന് മുന്നേ ഞങ്ങൾ ആദ്യം തന്നെ പൊട്ടിച്ചു കൊടുത്തുപോയി. അതിൽ ചെറുതിൽ തന്നെ പരന്നുപോയി, കുറച്ച് ഉയർന്നിട്ട് പരത്തനായിരുന്നു. ഇതിനൊന്നും പിന്നെ കൂടുതൽ വളരുന്നില്ല. നമുക്ക് കായ്കളും ചെടിയുടെ വലിപ്പം ഇതൊക്കെ അനുസരിച്ചായിട്ട് നമ്മൾ വളരുന്നത്. ആ വലിയ മരത്തിന് കൊടുത്ത അത്രയും വളം ഇതിനൊന്നും ഇടണ്ട. ഇവിടെ അങ്ങനെ കരിയില നീക്കാനില്ലാത്തതുകൊണ്ടൊന്ന് വളം ഇട്ടിട്ടൊന്ന് മണ്ണിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതൊരു 4 വർഷത്തോളമായ നമ്മളെ ഫാമിലുള്ള ഒരു മരം കേട്ടോ. ഈ മരത്തിന് എന്താ പ്രശ്നം വെച്ചാൽ ഒരു സൈഡിൽ ഉണക്ക് ബാധിച്ച് നല്ല ഉണങ്ങിയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഇതുണ്ടാക്കി ഇതിന്റെ തൊട്ടടുത്ത് തന്നെ കോവലും ചതുരപ്പാരന്റെ വള്ളിയും കൂടെ ഇതിലാണ്ട് പടർത്തി. അതിൽ ഏകദേശം ഈ മരം പൂർണ്ണമായിട്ട് പോയ പോലെയാണ്. ഇപ്പൊ അതൊക്കെ അപ്പോൾ കുറച്ചൊരു പച്ചപ്പ് കണ്ടതുകൊണ്ട് ഞങ്ങൾ എന്താക്കി അതിന്റെ വള്ളികളൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാ ഉള്ള കമ്പിലൊക്കെ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ മരം പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇനി എന്തായാലും അടിയിൽ എളുപ്പം വരുന്നുണ്ട്. അപ്പം ഇവിടെ ഉള്ളതൊന്ന് ഈ ഭാഗം മൊത്തം ഉണക്കുകയാണ്. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഈ മരം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ എന്തായാലും ഇപ്പൊ ഉള്ള കായ്കൾ പിടിച്ചു കിട്ടുമെങ്കിൽ അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് പ്രൂൺ ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റുമോ നോക്കണം. ഞങ്ങൾ അങ്ങനെ പോയി എന്ന് വിചാരിച്ചിട്ട് ചതുരപ്പാരും കോവലും കയറ്റി. പക്ഷെ ഇപ്പോഴും വള്ളിക്ക് പച്ചപ്പ് വീണ്ടും വരുന്നുണ്ട്. അല്ല വള്ളിക്കല്ല, ചെടിക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. റംബുട്ടാനൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ കൊഴിച്ചിലുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു നോക്കുന്നൊരു ഇതാണ്. ഇങ്ങനെ യൂറിയും പൊട്ടാഷ്യം രാജ്പോസും മിക്സ് ചെയ്ത് ഇട്ടിട്ട് ഞങ്ങൾ കാപ്പിക്ക് വളമിട്ട സമയത്ത് അങ്ങനെ ഇട്ടപ്പോൾ കൊഴിച്ചിൽ നിന്നിരുന്നു. വീണ്ടും ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വളങ്ങളൊക്കെ വാങ്ങി ഇട്ട് നോക്കുക, പറ്റുമെങ്കിൽ സാഫൊക്കെ ഒന്ന് അടിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തായാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കുന്നുണ്ട്. ബാക്കി പിന്നെ കാലാവസ്ഥ എങ്ങനെ മാറ്റം വയ്ക്കും, മഴ കൂടിയാലൊക്കെ ചിലപ്പോൾ കൊഴിച്ചിൽ കൂടുമായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെയൊക്കെ റംബുട്ടാന്റെ കൊഴിച്ചിൽ നിർത്തി നമ്മുടെ വീട്ടാവശ്യത്തിനും നമുക്ക് വിൽക്കാനൊക്കെ ആവശ്യത്തിനുള്ള റംബുട്ടാൻ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാനൊക്കെ കഴിയും.